ചിത്രമാറ്റിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഞാൻ നവീൻ ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നുണ്ട്, നീ ഒന്നും വിചാരിക്കല്ലേ, നിനക്കാണെങ്കിൽ നന്ദുവിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരവും അനി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. പിന്നെ അനിയടുത്തിന് എപ്പോഴും ഇത് ചോദിച്ചാൽ അനി മിണ്ടാതിരിക്കുകയാണല്ലോ, ഇപ്പോഴും അതുപോലെ തന്നെ അനി മിണ്ടാതിരിക്കുകയാണ്. അപ്പം അനി പറയാണ്, നീ ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ ഇടപെടത്തില്ല എന്ന് പറയാണ്. അപ്പം നവീൻ പറയാണ്, അല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന സംശയമാണ്. ഞാൻ എപ്പോഴും നിന്നോട് ഈ കാര്യം പറയുമ്പോൾ നീ ഓരോരോ ന്യായങ്ങൾ പറയുന്നു, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുകയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിൻ്റെ വീട്ടിലല്ലേ നന്ദുവിൻ്റെ 2 ഏട്ടത്തിമാർ, അതിൽ ഒരുത്തി പ്രശ്നമാണെന്ന് എനിക്കറിയാം. പക്ഷെ നയനേച്ചിയോട് നിനക്ക് ഈ കാര്യം പറഞ്ഞുകൂടായോ എന്ന് ചോദിക്കുകയാണ് നവീൻ. അപ്പം അനി പറയാണ്, ഏട്ടത്തിയോട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല, നീ ഒന്ന് ക്ഷമിക്കുക, ആദ്യം നന്ദുവിന് ഇഷ്ടമാണോന്ന് അറിയട്ടെ, എന്നിട്ട് പോരെ എന്ന് അനി പറയുകയാണ് നവീൻ്റെ അടുത്ത്. നവീൻ പറയാണ്, എന്തായാലും എത്രയും പെട്ടെന്ന് വേണം, ഇതിപ്പം ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല, എനിക്ക് വലിയ താല്പര്യമില്ല, നിന്നെ ബുദ്ധിമുട്ടിച്ച് എനിക്കും ഇതിൻ്റെ പുറകെ നടക്കാൻ എന്താണെന്ന് കൃത്യമായിട്ട് ഉടനെ അറിയണം എന്നും പറഞ്ഞ് നവീനാണെങ്കിൽ ശരിയെന്നും പറഞ്ഞങ്ങ് പോവുകയാണ്. എന്നാൽ എനിക്ക് അപ്പോഴെങ്കിലും പറയാമായിരുന്നു, അവർ തമ്മിൽ അടുപ്പത്തിലുള്ള കാര്യം പറയാണ്. അന്നേരവും പറഞ്ഞില്ല. അനി ടെൻഷനോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അനന്തപുരിയിലാണെങ്കിൽ രാത്രിയിൽ പുറത്തേക്ക് പോകാനായിട്ട് നയനയാണെങ്കിൽ ചുരിദാറൊക്കെ ഇട്ട് ഒരുങ്ങി വരികയാണ്. ആദർശ് പറയാണ്, ഇപ്പോൾ നിന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രായം കുറവാണെന്നേ തോന്നത്തുള്ളൂ, സാരി ഉടുക്കുന്നതിനേക്കാൾ പ്രായം കുറവാണ് ചുരിദാർ ഇടുമ്പോൾ എന്ന് പറയാണ്. അപ്പോൾ നയന ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയാണ്, നമ്മൾ തമ്മിൽ ആദ്യം കാണുമ്പോൾ നിൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു, അത് തന്നെ ആദ്യം ഭയങ്കര അടിയായിരുന്നല്ലോ ആദർശേട്ടാ എന്ന് നയന പറയുന്നുണ്ട്. അത് തന്നെ ഞാൻ അന്ന് വിചാരിച്ച്, ഇതേപോലെ ഒരു അഹങ്കാരി പെണ്ണ് ലോകത്ത് കാണത്തില്ല എന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ നയന പറയാണ്, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ച്, ഇത്രയും മുൻകോപവും ദേഷ്യക്കാരനായ ഒരാൾ ഈ ലോകത്ത് കാണത്തില്ല എന്നാണ് വിചാരിച്ചേ എന്ന് നയനയും പറയുന്നുണ്ട്. മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആ പുരോഹിതൻ പറഞ്ഞായിരുന്നു, അനന്തപുരിക്കാരെയും അതേപോലെ എന്നെയും നന്നായി നയിക്കാൻ പറ്റുന്നൊരു പെണ്ണായിരിക്കും എൻ്റെ ഭാര്യയായിട്ട് വരുന്നത് എന്ന് പുരോഹിതൻ പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മുടെ വിവാഹശേഷം ഞാൻ ആ പുരോഹിതൻ പറയുന്നത് കള്ളത്തരമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം എന്താ തോന്നുന്നു എന്ന് ആദർശേട്ട എന്ന് നയന ചോദിക്കുന്നുണ്ട്. ഇപ്പം പുരോഹിതൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ആദർശ് പറയാണ്. നീ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ മാറി എന്ന് ആദർശ് പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. എന്നിട്ട് നയന പറയാണ്, പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ കള്ളക്കളി എല്ലാവരും അറിയുമോ? ഏയ് ഇല്ല എന്നും പറഞ്ഞ് രണ്ടുപേരും പതുങ്ങി താഴോട്ടിറങ്ങി ചെല്ലുകയാണ്. താഴോട്ടിറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ദേവയാനി ഇവരെയും കാത്ത് അവിടെ ഇരിപ്പുണ്ട്. അമ്മ ഉറങ്ങിയില്ലയോ? ആദർശ് ചോദിക്കുകയാണ്. ഏയ്, നിങ്ങൾ പുറത്തോട്ട് പോന്ന് അറിഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇരുന്നയാ എന്ന് പറയാണ്. നിങ്ങളങ്ങ് പൂട്ടിയിട്ട് പോവുമായിരുന്നല്ലോ എന്ന് ആദർശ് പറയാണ്. അത് നിങ്ങൾ പൂട്ടിയിട്ട് പൊക്കോ, പക്ഷേ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തണമെന്ന് ദേവയാനി പറയാണ്. നയന പറയാണ്, എനിക്ക് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതാ അമ്മേ എന്ന് പറയാണ്. അല്ല മക്കളെ, നിങ്ങൾ പോയിട്ട് വാ, അവൻ ഇപ്പോഴും മുറിയിൽ തന്നെ അടച്ചിരിക്കുകയല്ലേ, പുറത്തൊക്കെ പോയി ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വാ എന്ന് ദേവയാനി പറയാണ്. എന്നെങ്കിൽ അമ്മയും കൂടെ വാ എന്ന് ആദർശ് പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചല്ലേ, ഇനി നിങ്ങൾ രണ്ടുപേരും തന്നെ പോയിട്ട് വാ, ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. എന്നെങ്കിൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങ് പോവുകയാണ്. രണ്ടുപേരും കൂടി സംസാരിക്കുന്നുണ്ട്. ആയാലും ഇത്രയും നാളും നമ്മുടെ ജീവിതം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്, നമുക്ക് കുറേ നല്ല നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും നമുക്ക് ഓർത്ത് വെക്കാൻ കുറേ നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് ആദർശ് സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നയന പറയാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആദർശേട്ടൻ ജയിലിൽ കിടന്ന സമയത്ത് ഞാൻ തകർന്നു പോയി എന്ന് പറയുകയാണ്. അപ്പം ആദർശ് പറയാണ്, ഇത്രയും പേര് ആ വീട്ടിലുണ്ടായിട്ടോ, ആരുണ്ടായാലും എന്താ, എൻ്റെ ഭർത്താവില്ലല്ലോ എന്നും പറഞ്ഞ് അവർ സംസാരിച്ച് പോവുകയാണ്. അങ്ങനെ ഒരു ജ്യൂസ് കടയിലെത്തി ജ്യൂസ് കുടിക്കുകയാണ്. നയന പറയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാം, അമ്മ നമ്മളെ കാത്തിരിക്കും, അമ്മ ഉറങ്ങാതെ നമ്മളെ കാത്തിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, ഉറങ്ങിക്കോളാൻ നമ്മൾ പറഞ്ഞതല്ലേ, എന്നാലും അമ്മ കാത്തിരിക്കും. ആദർശ് പറയാണ്, അത് അമ്മയ്ക്ക് നീ എത്രയും പെട്ടെന്ന് ഒരു അമ്മയെ കാണണം, ആ കുഞ്ഞിനെ ലാളിക്കണം, മടിയിലെത്തി കൊഞ്ചിക്കണം, അതുകൊണ്ടാണ് ആദർശ് പറയുന്നത്. അപ്പോൾ നയന പറയാണ്, അത് മാത്രമല്ല, ഞാൻ കരൾ ദാനം ചെയ്ത് എന്ന് അമ്മ അറിഞ്ഞിടം മുതൽ അമ്മ എന്നെ പൊതിഞ്ഞു പിടിച്ചേക്കുക. ചേട്ടൻ ജയിലിലായിരുന്ന സമയത്ത് എന്നെ കൂടുതൽ അമ്മ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി അമ്മയുടെ വിഷമം എന്നെ അറിയിക്കാതെ അമ്മ എന്നെ സമാധാനപ്പെടുത്തുമായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി ഞാനും കൂടുതൽ വിഷമം പുറത്ത് കാണിക്കത്തില്ല എന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അനാമികയും വേണും കൂടെ അങ്ങോട്ട് വരുന്നത്. എന്താ വെച്ചാൽ ഇവിടെ നിർത്തുന്നത്? അല്ല, നിൻ്റെ അമ്മ പറഞ്ഞ ഉള്ളിയോ ഏതാണ്ടൊക്കെ വേണമെന്ന്, അത് വാങ്ങിക്കാൻ നിർത്തിയതാണ്, ഇതേ കണക്കുള്ള കടയിലാണ് നിർത്തുന്നത്, അത്ര അതപ്പതിച്ച് പോയോ നമ്മൾ എന്ന് ചോദിക്കുകയാണ്. അല്ല, ഇത് ഹോൾസെയിൽ കടയാണ്, അപ്പം നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് തരും, കടം പറയാൻ പോവുകയാണോ എന്ന് അനാമിക ചോദിക്കുകയാണ്. അല്ലല്ല, ഇതറിയാവുന്ന കടയൊന്നും അല്ല, നീയാണെങ്കിൽ ഞാൻ സാധനം വാങ്ങിക്കുന്ന സമയത്ത് വല്ലതും അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ
മാറ്റണം എന്ന് വേണു അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു സഞ്ചി എടുക്കണ്ടായിരുന്നെന്ന് അനാമിക പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ സാധനം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് ആദർശ് കാണുന്നുണ്ട് ഇവർ രണ്ടിനെ. അപ്പോൾ ആദർശ് നയനടുത്ത് പറയാണ്, അത് വേണുവും അനാമികയല്ലേ? അപ്പോൾ നയനെ നോക്കിയിട്ട് പറയണം, ആണാണ്, എനിക്ക് പെട്ടെന്ന് വാ എന്ന് ആദർശ് പറയാണ്. ഈ സമയത്ത് വേണു ഇവരെ കാണുന്നുണ്ട്. വേണു ഓടി ചെന്ന് അനാമിക അടുത്ത് പറയുന്നത് ആദർശ് നയനയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയാണ്, ആദർശ് നയനയോ? ആ. അപ്പോഴത്തേക്ക് ആദർശും നയനയും ഓടി വന്ന് കാറിലേക്ക് കയറുകയാണ്. ഇവരെ പുറകെ ഓടി വരികയാണ് വേണു അനാമികയും. അവർ കയറി അങ്ങ് പോവുകയാണ് കാറിൽ. ഇവരിവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ബാക്ക് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അവർ ഓടി അങ്ങ് കാറിനകത്ത് കയറി അങ്ങ് പോവുകയാണ്. കാറിൽ ഇരുന്ന് നയനയാണെങ്കിൽ ആദർശിനോട് പറയണം, നമ്മളെ കണ്ട് കാണുവാണെങ്കിൽ ഇപ്പോൾ അബിയെ വിളിച്ച് പറയുമായിരിക്കും എന്ന് നയന പറയുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം എന്ന് നയന പറയാണ്. ആദർശ് പറയാണ്, താൻ എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നത്? നമുക്ക് 2-3 കറങ്ങിയിട്ട് പോയാൽ മതി. ഇതൊക്കെ ഒരു രസമായിട്ട് കരുതിയാൽ മതി എന്ന് ആദർശ് പറയാണ്. വേണ്ട ആദർശേട്ടാ, നമുക്ക് പെട്ടെന്ന് പോകാം എന്ന് പറയാണ്. ഈ സമയത്ത് വേണു ആണെങ്കിൽ വീട്ടിൽ ചെയ്തിട്ട് ടെൻഷനാണ്. ഇനി കണ്ടത് നയനയും ആദർശിനെയാണോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അനാമികയായിട്ട് സംസാരിക്കുകയാണ്. അപ്പം അനാമികയുടെ അമ്മ പറയണം, നിങ്ങളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ അബിയെ വിളിച്ച് ചോദിച്ചാൽ പോരെ, അന്നേരം കാര്യം അറിയാലോ. നയന അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടത് നയനയല്ല എന്ന് ഉറപ്പിക്കാം. അനാമികയും പറയാണ്, അതെ അച്ഛാ, അതാണ് നല്ലത്. കാര്യം നമ്മൾ ഇത്രയൊക്കെ സന്തോഷിക്കുന്നു, നമ്മളൊക്കെ കൂടുതൽ അബിയും നവ്യയൊക്കെ സന്തോഷിക്കുന്നുണ്ട്. നമ്മളൊക്കെ സന്തോഷിക്കുന്ന പോലെ ആദർശ് ജയിലിലല്ല, നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ കാണിക്കുന്ന സന്തോഷം കണ്ട് അവർ ചിരിക്കുക എന്ന് അനാമിക പറയുകയാണ്. അപ്പോൾ വേണു പറയണേ, രാത്രിയിൽ എങ്ങനെയാണ് വിളിക്കുന്നത്? വലിയ സമയമൊന്നും ആയില്ലല്ലോ, 11:30 ആയതല്ലേ ഉള്ളൂ, ഒന്ന് വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ അങ്ങ് മാറിക്കിട്ടുമല്ലോ എന്ന് പറയാണ്. അങ്ങനെ വേണു ആണെങ്കിൽ അബിയെ വിളിക്കുകയാണ്. അബി ഉറക്കത്തിലായിരുന്നു. അബി ഉറക്കത്തിൽ നിന്ന് ചാടി എണീച്ചിട്ട് പറയാം, ഇയാളെന്തിനാ രാത്രി വിളിക്കുന്നത്? അപ്പം നവ്യ പറയാണ്, കോൾ എടുക്കണ്ട എന്ന് പറയാണ്. അല്ല, നമ്മളങ്ങനെ ഇയാളെ വെറുപ്പിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുന്നുണ്ട്. എന്താ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. അതേ മോനാണെങ്കിൽ ആ നവ്യ അവിടെ ഉണ്ടോയെന്നൊന്ന് നോക്കാൻ പറയുകയാണ്. ആദർശ് നാട്ടിലെങ്ങാനും എത്തിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അഭി പറയാണ്, ആദർശ് നാട്ടിലെത്തിയിട്ടില്ല എന്ന് പറയാണ്. ഞാനിപ്പോൾ പുറത്ത് പോയപ്പോൾ ആദർശിനെ നയനയും പോലെ കണ്ടതുപോലെ തോന്നി. ഒന്ന് നോക്കാവോ? ആ നവ്യയെ വിട്ട് നോക്കിച്ചാൽ മതി. നയന അവിടെ ഉണ്ടെങ്കിൽ എൻ്റെ സംശയം മാത്രമായിരിക്കും എന്ന് വേണു പറയാണ്. ശരി, നോക്കാം എന്ന് പറയാണ്. പിന്നെ നയന അവിടെ ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കണ്ട, ഇല്ലെങ്കിൽ മാത്രം വിളിച്ചാൽ മതി എന്ന് പറയാണ്. അങ്ങനെ നവ്യെ പറഞ്ഞ് നയനെ എടുത്തിട്ട് വിളിയാണ് അവിടെ ഉണ്ടോയെന്നറിയാൻ. അവിടെ ചെയ്ത ഡോറി തട്ടുമ്പോൾ തന്നെ നയന വന്ന് തുറക്കുന്നുണ്ട്. നവ്യ ചോദിക്കാന്ന്, നീ ഉറങ്ങിയില്ലേ? ഏയ്, ഉറങ്ങിയില്ല. എങ്ങനെ ഉറങ്ങാനാ? ആദർശിട്ടൻ്റെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് നവ്യാണെങ്കിൽ അകത്തോട്ട് കയറി അവിടെ എല്ലാം നോക്കുന്നുണ്ട്. എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നത്? ഞാനിവിടെ ആരെയും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ നീ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന്. അല്ല, ചേച്ചി ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പറയാണ്, ഇതുപോലെ അവസരങ്ങൾ എനിക്കും വന്നിട്ടുണ്ട് ഉറങ്ങാതിരുന്ന സമയം. പക്ഷേ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ ഇത് പറയാനാണോ ചേച്ചി രാത്രി ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കണം. ഏയ്, ഞാൻ ചുമ്മാതാ വന്നേ എന്ന് പറഞ്ഞ് നവ്യ അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും നയനെ ഡോർ അടയ്ക്കുന്നുണ്ട്. നയന ആദർശിനോട് പറയാണ്, നമ്മൾ പെട്ടെന്നെങ്കിൽ പോരുന്നത് കാര്യമായി. അതിൻ്റെ അർത്ഥം നമ്മളെ വേണു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അബിയെ വിളിച്ച് പറഞ്ഞത്, ചേച്ചി ഞാനിവിടെ ഉണ്ടോയെന്ന് അറിയാനാ ഇങ്ങോട്ട് വന്നത്. സമയത്ത് നവ്യ ചെന്ന് പറയാണ്, വെറുതെ അവിടെ ചെന്ന് നയനെ ശല്യപ്പെടുത്തി, അവളവിടെ ഉണ്ട്. അബി പറയാണ്, എന്തായാലും നമ്മുടെ സംശയം അങ്ങ് മാറി കിട്ടിയല്ലോ. സംശയം വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര ശരിയല്ല എന്ന് അബി പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങ് കടയ്ക്കണം. അപ്പം ആദർശാണെങ്കിൽ പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഇത് അവസാനിപ്പിക്കണം എന്ന് ആദർശിനോട് നയന പറയാണ്. അവസാനിപ്പിക്കാം എന്നും പറഞ്ഞു ഇന്നത്തെ ഒരു ദിവസത്തെ ഉറക്കം പോയി രാത്രി കറങ്ങാൻ പോയതെന്ന് പറഞ്ഞു രണ്ടുപേരും കിടക്കുകയാണ്. അപ്പം നവ്യയാണെങ്കിൽ അവിയോട് പറയാണ്, നീയാണെങ്കിൽ AN ജ്വല്ലറി തന്നെ കയറണം. ഞാൻ അവിടെ നിനക്കൊരു വേക്കൻസി ഒപ്പിച്ച് തരുന്നുണ്ട്, അപ്പം നീ അവിടെ കയറണം. അപ്പം അബി പറയാണ്, നീ എനിക്ക് വേണ്ടി ശ്രമിക്കുക, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ ഒരു മാനേജർ പോസ്റ്റൊക്കെ കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കവിടെ ജോലിക്ക് കയറാം. അപ്പം നമ്മുടെ രണ്ടുപേരുടെ വരുമാനം ഉണ്ടല്ലോ, പിന്നെ ആരുടെയും മുന്നിൽ നമുക്ക് കൈ നീട്ടണ്ട. പിന്നെ അനന്തപുരിയിലെ നമ്മുടെ വീതവും നമുക്ക് കളയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 6-7 വർഷം കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു ജ്വല്ലറി തുടങ്ങാം എന്ന് സ്വപ്നം കണ്ട് അവർ രണ്ടുപേരും കിടന്നുറങ്ങിയാണ്. ഇതൊക്കെയാണ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.